അപ്പം ഞങ്ങൾക്ക് ഉത്സവം കൊടിയേറി മക്കളെ കടയ്ക്കൽ തിരുവാതിര. അപ്പം ഞാൻ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പായസം കുടിക്കാൻ പോവേണ് കേട്ടോ, ഫാമിലി ആയിട്ട്. കടയ്ക്കൽ തിരുവാതിരയായിട്ട് പായസം കുടിക്കാൻ വിളിച്ച ആളാ. ഇത് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. തിന്നാൻ എവിടെ ഉണ്ടെങ്കിലും ആദ്യം കാണും കേട്ടോ, മുൻപന്തിയിൽ. അപ്പം ഞങ്ങളെല്ലാം ജിമ്മിൽ ഫ്രണ്ട്സാണ് കേട്ടോ. ഇത് ചേച്ചിയുടെ മോൻ്റെ ഫ്രണ്ടാണ്. മോഹനാടാ നിൽക്കുന്നത്. അവൻ ആ ലുക്കിലായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വിളിച്ചത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ സദ്യ ഒഴിവാക്കിയിട്ട് നല്ല പായസം കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ റീജത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ഇത് ലിജി ചേച്ചിയാണ്. ചേച്ചി എക്സൈസിലാണ് ജോലി ചെയ്യുന്നത്. കണ്ടതാണ്. പിന്നെ പായസം നിന്ന് മയങ്ങി കിടക്കുവാണോ അച്ഛാ? ചേച്ചിക്ക് 2 ആൺകുട്ടികളാണുള്ളത്, ആൺമക്കളാണുള്ളത്. അപ്പം അവർ രണ്ടുപേരുടെയും ചെറുപ്പത്തിലെ ഫോട്ടോസാണിത്. പിന്നെ ചേച്ചിക്ക് ഒരു കലാവിരുതുണ്ട്. വീടിനകം നിറച്ചു ചെടികളാണ്, ഒന്നും പറയില്ല. ഈ ഒരു ഡ്യൂട്ടിയുടെ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ ജിമ്മിലും വരും, ഈ ചെടികളും മാനേജ് ചെയ്യണം, വീട് നോക്കണം. അയ്യോ, ഞാൻ സമ്മതിച്ചു. ഞാൻ ഇതിൻ്റെ എല്ലാം ആർട്ടിഫിഷ്യലാണ് വാങ്ങി വെച്ചേക്കുന്നത് കേട്ടോ. എന്നെ കൊണ്ട് എന്തായാലും ഇത് കൂട്ടിയാൽ കൂടില്ല. ചേച്ചിയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാൽ ഇതേപോലെ നല്ല പച്ചപ്പിൽ ചെടികൾ നിൽക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചേച്ചിക്കാണെങ്കിൽ ഇതെല്ലാം വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫ്ലവർ. ഇത് ചേച്ചിയുടെയൊക്കെ ബെഡ്റൂമാണ്. ഇത് അവരെ ബെഡ്റൂമിൽ അവർ സൂക്ഷിച്ചേക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ പായസം കുടിച്ച് മത്ത് പിടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്തൊരു ചെറിയൊരു ആമ്പൽക്കുളം പോലെ ചെറുതായിട്ട് പണിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ നല്ല സ്റ്റാർ ഫ്രൂട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നത് അവിടെ. ഞങ്ങളെല്ലാം കൂടെ അതിൻ്റെ മണ്ടയ്ക്ക്, എനിക്ക് തോന്നുന്നു അതിന് ഇന്നായിരിക്കും സന്തോഷമായത്. ഞങ്ങൾ മൊത്തം അതിൻ്റെ മണ്ടയ്ക്കായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഒരു ആഗ്രഹം, എൻ്റെ വണ്ടി ഓടിച്ചു നോക്കണമെന്ന്. ചേച്ചിയും എൻ്റെ മോനും കൂടെ വണ്ടിയൊക്കെ റോഡിലിറക്കി ഓടിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന കുപ്പിയുണ്ട്, ഞാൻ അവിടെ നിന്ന് കുറച്ച് പായസം വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ചോദിച്ച് മേടിച്ച്. നമുക്ക് പിന്നെ പണ്ട് ചമ്മലും നാണൊന്നും ഇല്ലാത്തത് നമ്മൾ ചോദിച്ചെങ്കിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കടയ്ക്ക് അമ്പലത്തിലോട്ടാണ്. അപ്പോൾ അമ്പലത്തിൽ ഇതേ കുതിരയെടുപ്പിൻ്റെ സമയമായിരുന്നു. ഭയങ്കര തിരക്കും ജനവും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ ഈ പരിപാടി കാണാൻ. ഞാൻ രാത്രി 1 മണിക്കാണ് വീട്ടിലെത്തിയത്. ഫുൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇവിടുത്തെ ജനത്തിരക്ക് നിങ്ങളൊന്ന് നോക്കിക്കാണ്. അടിപൊളിയല്ലേ? നമ്മളെ നാട്ടിലെ ഉത്സവം അടിച്ച് പൊളിക്കുക 10 ദിവസം.